നൂറിൻ ഇൻഫോടെക്കിൻ്റെ വിൻഡോസ് 11 ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡോസ് ആക്സസറീസിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരം ആപ്ലിക്കേഷനിൽ പെട്ടതാണ് നോട്ട് പാഡ്, വേർഡ് പാഡ്, പെയിന്റ്, കാൽക്കുലേറ്റർ, ക്യാരക്ടർ മാപ്പ് എന്നിവയൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിൻഡോസ് ആക്സസറീസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് പാഡിനെ കുറിച്ചാണ്. നോട്ട് പാഡ് പറയുന്നത് ഒരു സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാൻ നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ നോട്ട് പാഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് ബോക്സിനകത്ത് നോട്ട് പാഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെർച്ച് ലിസ്റ്റിനകത്ത് നോട്ട് പാഡ് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നോട്ട് പാഡിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യം കാണുന്നതാണ് ടൈറ്റിൽ ബാർ. ഈ ടൈറ്റിൽ ബാറിനകത്തായിരിക്കും നമ്മളിത് ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് ആ പേര് വരുന്നത്. അല്ലാത്ത പക്ഷം അവിടെ അൺടൈറ്റിൽ പറഞ്ഞിട്ട് പേരിലായിരിക്കും അത് കാണുന്നത്. പിന്നെ വരുന്നതാണ് മെനു ബാർ. മെനു ബാറിനകത്ത് നമുക്ക് ഫയൽ ടാബ് ഉണ്ട്, അതുപോലെ എഡിറ്റ് ടാബ് ഉണ്ട്, വ്യൂ ടാബ് ഉണ്ട്. ഇതിനകത്ത് ഓരോ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അത് ഏതൊക്കെയാണ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വരുന്നത് ടെക്സ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കുന്നത് അതിവിടെ അപ്പിയർ ആവുന്നത്. പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ബാർ ആണ്. സ്റ്റാറ്റസ് ബാറിനകത്ത് നമ്മുടെ സൂം ലെവല്, അതുപോലെ എത്ര ലൈൻ എത്ര കോളം ഉണ്ടെന്ന് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ട് പാഡിൻ്റെ ഇൻ്റർഫേസിനകത്ത് വരുന്ന മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ആദ്യം നമുക്ക് ഫയൽ ടാബിനകത്ത് പോകാം. ഫയൽ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ന്യൂ ടാബാണ്. അപ്പോൾ ന്യൂ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടാബ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരും. അതിനാണ് ന്യൂ ടാബ് യൂസ് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ക്ലോസ് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ന്യൂ വിൻഡോ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വീണ്ടും നമ്മൾ ന്യൂ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു നോട്ട് പാഡാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ഷോർട്ട് കട്ട് കീ ഉണ്ട്. ന്യൂ ടാബ് എടുക്കുന്നതിന് Ctrl+N, അതുപോലെ ന്യൂ വിൻഡോ എടുക്കുന്നതിന് Ctrl+Shift+N ആണ്. അപ്പോൾ ഞാൻ ന്യൂ വിൻഡോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് നമുക്ക് രണ്ട് നോട്ട് പാഡ് ഇവിടെ അപ്പിയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ട് പാഡ് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഓപ്പൺ. ഓപ്പൺ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് ഓപ്പൺ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനിലാണോ നമ്മുടെ ഫയൽ കിടക്കുന്നത് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോയിട്ട് ആ സെർച്ച് ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റ് ഫയൽസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ keywords.txt തന്നെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഫയൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വരും. ഇതിനാണ് ഓപ്പൺ പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പുതിയ ടാബിനകത്തായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഓപ്ഷൻ പറയുന്നത് സേവ് ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടെക്സ്റ്റ് ഫയലിന് സേവ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേവ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡെസ്ക്ടോപ്പിനകത്തായിരിക്കും ഈ ഒരു 100 പറഞ്ഞ ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫയൽ സേവ് ആവുന്നത്. നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് നോക്കിയാൽ അവിടെ കാണാൻ കഴിയും നമ്മുടെ ഫയൽ ഇവിടെ സേവ് ആയി കിടക്കുന്നത്. അതിനാണ് നമ്മൾ സേവ് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സേവ് ആസ് ആണ്. അപ്പോൾ സേവ് ആസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയലിനെ മറ്റൊരു പേരിലോ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലോ സേവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 100.txt സേവ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ നമ്മൾ സേവ് ആസ് എന്ന് കൊടുക്കാം. അത് ഞാനിവിടെ ഡെസ്ക്ടോപ്പിനകത്ത് തന്നെ 100 എന്ന് കൊടുക്കുന്നത്, ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യാം. അപ്പോൾ 100 പറഞ്ഞാൽ നമ്മുടെ പഴയ ഫയലും അവിടെ ഉണ്ടാകും. അതുപോലെ പുതിയ ഫയൽ 100 ഇൻഫോടെക് പറഞ്ഞ ഫയലും ഉണ്ടാകും. അതായത് ഒറിജിനൽ ഫയലിന് ഒരു മാറ്റവും വരാതെ അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ സേവ് ആസിലൂടെ സേവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫയൽസും നമുക്കവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് പ്രിൻ്റ് ഓപ്ഷൻ. പ്രിൻറ്റിനകത്ത് ഏത് പ്രിൻ്ററിലോട്ടാണ് നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്നത് അത് ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഓറിയൻറ്റേഷൻ ആണ്. ഓറിയൻറ്റേഷൻ 2 ടൈപ്പ് ഉണ്ട്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. അപ്പോൾ ഏത് ഓപ്ഷനാണോ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എത്ര കോപ്പി വേണമെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഫയൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ ക്യാൻസൽ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് പേജ് സെറ്റപ്പ് ഓപ്ഷനാണ്. പേജ് സെറ്റപ്പ് പറഞ്ഞാൽ നമ്മൾ ഏത് പേജ് സൈസിൽ വേണം നമ്മൾ പ്രിൻ്റ് വരാൻ, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ സൈസിൻ്റെ അവിടെ നമുക്ക് A4 എന്ന് കാണാം, അതുപോലെ A5, A6 പറഞ്ഞ ഒത്തിരി സൈസുകളുണ്ട്. അപ്പോൾ ഏത് സൈസിലാണോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ A4 തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് വരുന്നത് ഓറിയൻറ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഉണ്ട്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. പിന്നെ വരുന്നത് മാർജിൻസ് ആണ്. അപ്പോൾ മാർജിൻസ് ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നോ അതിനനുസരിച്ച് അവിടെ മാറിക്കൊണ്ടിരിക്കും. അത് നമുക്കിവിടെ പ്രിവ്യൂവിൽ കാണാൻ കഴിയും. ഇനി ബോട്ടത്തിൽ അതുപോലെ നമ്മൾ മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ പ്രിവ്യൂവിൽ നമുക്ക് മാറ്റം കാണാൻ കഴിയുന്നതായിരിക്കും.
ഇനി നമുക്ക് വേണമെങ്കിൽ ഹെഡറും ഫൂട്ടറൊക്കെ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തതിനാൽ നമ്മൾ കൊടുത്ത സെറ്റിങ്സിനനുസരിച്ചായിരിക്കും പ്രിൻ്റ് വരുന്നത്. പിന്നെ വരുന്നത് ക്ലോസ് ടാബാണ്. ക്ലോസ് ടാബ് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടാബ് ക്ലോസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടാബ് സെലക്ട് ചെയ്തിട്ട് ക്ലോസ് ടാബ് കൊടുത്തതിനാൽ ആ ഒരു ടാബ് ക്ലോസ് ആവും. പിന്നെ വരുന്നത് ക്ലോസ് വിൻഡോ ആണ്. ഈ ഒരു വിൻഡോ ക്ലോസ് ആവാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. എക്സിറ്റ് ഉണ്ട്. എക്സിറ്റ് നമ്മൾ നോട്ട് പാഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. സേവേഴ്സിൻ്റെ ഷോർട്ട് കട്ട് കീ വന്നിട്ട് Ctrl+Shift+S, അതുപോലെ സേവിൻ്റെ Ctrl+S, പ്രിൻ്റ് എടുക്കാൻ Ctrl+P, അതുപോലെ ക്ലോസ് ടാബ് Ctrl+W, ക്ലോസ് വിൻഡോ Ctrl+Shift+W ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫയൽ ടാബിനകത്ത് വരുന്നത്. നെക്സ്റ്റ് എഡിറ്റ് ടാബിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ എഡിറ്റിനകത്ത് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഫയൽ എടുക്കാം. അപ്പോൾ ഞാൻ keyword.txt എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മളിവിടെ കുറച്ച് ടെക്സ്റ്റ് ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഇനി ഞാൻ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് കട്ട് കോപ്പി വരുന്ന ഓപ്ഷൻ. കട്ട് ഓപ്ഷൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇവിടുന്ന് ഈ ഒരു സെലക്ട് ചെയ്ത ടെക്സ്റ്റ് കട്ട് ചെയ്ത് മറ്റേതെങ്കിലും ലൊക്കേഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാനാണ്. കോപ്പി പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കോപ്പി ചെയ്തിട്ട് മറ്റേതെങ്കിലും പൊസിഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ കോപ്പി എടുക്കുന്നുണ്ട്. അപ്പോൾ കോപ്പീൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+C ആണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്യാൻ Ctrl+V ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്താലും മതി. അപ്പോൾ ഈ കീവേഡ്സ് വരുന്നത് അവിടുന്ന് കോപ്പിയായി ഇവിടുന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനാണ് കോപ്പി പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. അൺഡു യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത ഒരു ആക്ഷൻ അൺഡു ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത കീവേഡ് റിവേഴ്സ് ആവും. അതായത് ഇപ്പോൾ ഞാൻ അൺഡു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ മുമ്പത്തെ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. അതായത് അൺഡു ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് Ctrl+Z ആണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഡിലീറ്റ്. ഡിലീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിനകത്ത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് ആവും. ഞാൻ വീണ്ടും അൺഡു ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് റിവേഴ്സ് ആവും. പിന്നെ വരുന്നത് ഫൈൻഡ് ആണ്. ഫൈൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ എന്തെങ്കിലും ഈ ഒരു ഫയലിനകത്ത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ഫൈൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ MS Office എന്ന് കൊടുത്തു. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡൗൺവേർഡ്സ് നമുക്ക് സെർച്ച് ചെയ്യാം, അതുപോലെ അപ്വേർഡ്സും സെർച്ച് ചെയ്യാം. അപ്പോൾ ഡൗൺവേർഡ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 MS Office ഉള്ളൂ. ഇനി അപ്വേർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 MS Office തന്നെ ഈ ഒരു ഫയലിനകത്ത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, അതിനാണ് ഫൈൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫൈൻഡ് നെക്സ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ആദ്യത്തെ കണ്ടുപിടിച്ചു, പിന്നെ രണ്ടാമത്തെ അതിനകത്ത് വീണ്ടും വരുന്ന ടെക്സ്റ്റ് കണ്ടുപിടിക്കാനാണ് ഫൈൻഡ് നെക്സ്റ്റ്. അത് ഓരോന്നായിട്ട് ഫൈൻഡ് ചെയ്യാനാണ് ഫൈൻഡ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഓരോരുത്തരും ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഫൈൻഡിന് Ctrl+F, അതുപോലെ ഫൈൻഡ് നെക്സ്റ്റ് F3 ആണ്. ഇനി ഫൈൻഡ് പ്രീവിയസ് കാണാൻ Shift+F3 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് റീപ്ലേസ് ആണ്. റീപ്ലേസ് വരുന്ന ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+H ആണ്. അപ്പം ഞാൻ MS Office മാറ്റിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും മറ്റ് പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈക്രോസോഫ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് റീപ്ലേസ് ആവും. റീപ്ലേസ് ഓൾ പറയുമ്പോൾ എല്ലാം കൂടെ റീപ്ലേസ് ആവുന്നതായിരിക്കും. ഞാൻ റീപ്ലേസ് ഓൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ MS Office വരുന്നവിടെയൊക്കെ മൈക്രോസോഫ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ MS Office സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല. അത് വേർഡ് മാറിയിട്ട് മൈക്രോസോഫ്റ്റായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് റീപ്ലേസിൻ്റെ യൂസ്. ഇപ്പോൾ നമ്മുടെ MS Office ഇവിടെ ഉണ്ടായിരുന്നു, ആ വേർഡ് മാറി മൈക്രോസോഫ്റ്റ്. ഇനി ജസ്റ്റ് നമുക്ക് MS Office ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അത് കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഫൈൻഡിൽ പോയിട്ട് MS Office നോക്കാം. ഡൗൺവേർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ കനോട്ട് ഫൈൻഡ് MS Office എന്ന് പറഞ്ഞ മെസ്സേജ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫൈൻഡും റീപ്ലേസും കൊണ്ടുള്ള യൂസ്. പിന്നെ ഇതിന് ഗോ ടു ആണ്. ഗോ ടു എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ലൈനിലോട്ട് ജമ്പ് ചെയ്ത് പോകാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ 14 സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ ഞാൻ ലൈൻ 3 എന്ന് കൊടുത്തിട്ട് ഗോ ടു കൊടുത്തിന് കേഴ്സർ ലൈൻ 3 മൂവ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ 3 ആയിട്ട് വരുന്നത്. അതാണ് ഗോ ടു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് ഷോർട്ട് കട്ട് കീ Ctrl+G ആണ്. പിന്നെ വരുന്നത് സെലക്ട് ഓൾ ആണ്. സെലക്ട് ഓൾ നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് Ctrl+A പ്രസ് ചെയ്താൽ എല്ലാം സെലക്ട് ആവുന്ന, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താലും എല്ലാം സെലക്ട് ആവുന്നതായിരിക്കും. അതായത് ഈ ഒരു ഫയലിനകത്ത് എല്ലാ ടെക്സ്റ്റും സെലക്ട് ചെയ്യാനാണ് സെലക്ട് ഓൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+E ആണ്. പിന്നെ വരുന്നത് ടൈമും ഡേറ്റും ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് ടൈം കാണണമെങ്കിൽ ആ ഒരു ലൊക്കേഷൻ കേഴ്സർ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ടൈം ഡേറ്റ് അല്ലെങ്കിൽ F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനകത്ത് ഡേറ്റും ടൈമും അപ്പിയർ ആവുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഫോണ്ട് ആണ്. ഫോണ്ട് പറയുമ്പോൾ
നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈലും അതുപോലെ സൈസും ഒക്കെ മാറ്റുവാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 11 ആണ്, അപ്പോൾ ഞാനിവിടെ 26 ഓർത്തു. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ച് നമ്മുടെ ഇവിടെ ടെക്സ്റ്റിൻ്റെ പ്രിവ്യൂ കാണാൻ കഴിയും. ഇപ്പോൾ സ്റ്റൈൽ വന്നിട്ട് ഇറ്റാലിക് കൊടുക്കുന്നുണ്ട്. ഫാമിലി നമുക്ക് ഏതാണോ വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണോ വേണ്ടത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ബാക്ക് അടിക്കാം. ബാക്ക് അടിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ആ ഒരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫോണ്ടിൻ്റെ പർപ്പസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യൂ ടാബിനെ കുറിച്ചാണ്. അപ്പോൾ വ്യൂ ടാബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് അതിനകത്ത് 3 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് സൂം ഓപ്ഷനും പിന്നെ സ്റ്റാറ്റസ് ബാറും വേർഡ് റാപ്പും. അപ്പോൾ സൂം ഓപ്ഷൻ ആദ്യം നോക്കാം. സൂം ഓപ്ഷനിൽ 3 ഓപ്ഷൻ ഉണ്ട്. സൂം ഇൻ, സൂം ഔട്ട്, റീസ്റ്റോർ, ഡീഫോൾട്ട് സൂം. അപ്പോൾ സൂം ഇൻ പറഞ്ഞാൽ നമ്മുടെ ഒരു ടെക്സ്റ്റ് ഫയലിനെ സൂം ചെയ്ത് കാണാനാണ്. അതിന് ഒന്നില്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം, Ctrl++, അല്ലെങ്കിൽ സൂം ഔട്ടിനുള്ള ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+-, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് കൂടി വരുന്നതായിരിക്കും, അതായത് സൂം ആവുന്നതായിരിക്കും. ഇനി സൂം ഔട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് സൂം ഔട്ട് ആവും. പിന്നെ നമ്മൾ ഇത്രയും കുറേ സൂം ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം വെറുതെ ഈ സൂമിനകത്ത് റീസ്റ്റോർ ഡീഫോൾട്ട് സൂം കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയൊരു ഡീഫോൾട്ട് സൂമായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പൊസിഷനിലായിരിക്കും അത് സൂം ചെയ്ത് ഒന്ന് നിൽക്കുക. അതാണ് ഈ സൂമിനകത്ത് വരുന്നത്. സൂമിന്, സൂം ഔട്ട്, റീസ്റ്റോർ, ഡീഫോൾട്ട് സൂം. അത് സൂമിന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് സൂം ചെയ്തെടുക്കാൻ, സൂം ഔട്ട് പറയുന്നത് ആ ടെക്സ്റ്റിന് സൂം ഔട്ടായി പോകാൻ, റീസ്റ്റോർ പറയുന്നത് നമ്മൾ ഏത് പൊസിഷനിലാണോ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പൊസിഷനിലോട്ട് തന്നെ പോകാനാണ് റീസ്റ്റോർ ഡീഫോൾട്ട് സൂം യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ബാറാണ്. അപ്പോൾ സ്റ്റാറ്റസ് ബാർ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നമുക്കിവിടെ സ്റ്റാറ്റസ് ബാർ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ബാർ നമുക്ക് കാണണമെങ്കിൽ ഈ ടിക്ക് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ താഴെ സ്റ്റാറ്റസ് ബാർ നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ വീണ്ടും ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ബാർ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് വേർഡ് റാപ്പ്. വേർഡ് റാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബെസ്റ്റ് പൈത്തൺ കോഴ്സ് ഫോർ ബിഗിനേഴ്സ് ഇൻ പാലക്കാട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇൻ പാലക്കാട് നിന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അങ്ങനെ പോവാതെ ജസ്റ്റ് അടുത്ത ലൈൻ, നമ്മുടെ ഈ വിൻഡോസ് ഏതാ സൈസ് ആ സൈസിനനുസരിച്ച് അത് അടുത്ത ലൈനിലോട്ട് പോകുന്നു. ഈ ഒരു വിൻഡോസിൻ്റെ സൈസ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അത് വന്നിട്ട് ആ ഒരു വിൻഡോയിൽ കറക്റ്റായി നിൽക്കും. അതേസമയം നമ്മൾ ആ വിൻഡോൻ്റെ സൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന അത്ര സ്പേസിൽ പോയിട്ട് പിന്നെ ബാക്കി വരുന്നത് നെക്സ്റ്റ് ലൈനിലോട്ടായിരിക്കും വരുന്നത്. അതേസമയം ഞാൻ വ്യൂവിൽ പോയിട്ട് വേർഡ് റാപ്പ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു വെച്ചാൽ അതെല്ലാം കൂടി ഒരൊറ്റ ലൈനിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ബെസ്റ്റ് പൈത്തൺ കോഴ്സ് ഫോർ ബിഗിനേഴ്സ് ഇനിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്ത് വേണം, ഈ ഒരു സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് വേണം നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ അത് ഈ ഒരു സെൻറ്റൻസ് എത്രയോ വലുതാണെങ്കിലും അത്രയും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ടെക്സ്റ്റ് ഫയൽസ് വ്യൂ ചെയ്യാനാണ് വേർഡ് റാപ്പ് കൊടുക്കുന്നത്. വേർഡ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിൻഡോൻ്റെ സൈസിനനുസരിച്ച് നമുക്കത് വ്യൂ ചെയ്യാവുന്നതാണ്. സ്ക്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ക്രോൾ ബാർ ഉണ്ട്, നമുക്ക് താഴോട്ട് വരാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഇത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറുമാണ്. അപ്പോൾ ഇത്രയാണ് നോട്ട് പാഡിനകത്ത് വരുന്ന ഫങ്ഷൻസുകൾ. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡ് പാഡ് ആക്സസറീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വേർഡ് പാഡ് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു ബേസിക് വേർഡ് പ്രോസസ്സറാണ്. നോട്ട് പാഡിനകത്ത് നമുക്ക് ഇമേജസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം വേർഡ് പാഡിനകത്ത് നമുക്ക് ഇമേജസും അതുപോലെ ഒബ്ജക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ വേർഡ് പാഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെർച്ച് ബോക്സിനകത്ത് വേർഡ് പാഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ് പാഡ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് വേർഡ് പാഡിൻ്റെ ഇൻ്റർഫേസ്. ഇതിനകത്ത് മേലെ കാണുന്ന ആ ഒരു പോർഷൻ നമ്മൾ ടൈറ്റിൽ ബാർ പറയും. അപ്പോൾ നമ്മൾ നോട്ട് പാഡ് ഡിസ്കസ് ചെയ്ത് അതേ തന്നെയാണ് ടൈറ്റിൽ ബാർ പറയുന്നത്. പിന്നെ നമുക്ക് ടാബുകൾ ഉണ്ടാവും, അതായത് മെനു ബാർസ് ഉണ്ടാവും. ഇതിനകത്ത് ഓരോ ടാബിനകത്തും ഓരോ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ കാണുന്നത് നമ്മൾ റിബൺ എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഡോക്യുമെൻ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നത് അതിനാണ് ഡോക്യുമെൻ്റ് ഏരിയ പറയുന്നത്. പിന്നെ നമുക്ക് സ്റ്റാറ്റസ് ബാറും കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇത് നോട്ട് പാഡിന് വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വേർഡ് പാഡിനകത്തും വരുന്നത്. കുറച്ച് എക്സ്ട്രാ ഫങ്ഷൻസ് ഇതിനകത്ത് ആഡായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേർഡ് പാഡിൻ്റെ ഫയൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇത് നമ്മൾ നോട്ട് പാഡിൽ പഠിച്ച അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ പർപ്പസും സെയിം തന്നെയാണ്. ന്യൂ പറയുന്നത് ഒരു പുതിയ വേർഡ് പാഡ് ഓപ്പൺ ചെയ്ത് വരാനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ പറഞ്ഞാൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വേർഡ് പാഡ് ഓപ്പൺ ചെയ്ത് വരാൻ. സേവ് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഡോക്യുമെൻ്റ് സേവ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സേവ് ആസ് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഡോക്യുമെൻറ്റിനെ വേറൊരു പേരിൽ ലൊക്കേഷനിലൊക്കെ സേവ് ചെയ്യാനാണ് ഇത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. നമ്മൾ ചെയ്ത ഈ ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുക്കാനാണ് ഒരു പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രിൻ്റ് പ്രിവ്യൂ ഒക്കെ എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നുണ്ട്. നോട്ട് പാഡിൽ വന്നിട്ട് ആ ഒരു പേജിനകത്ത് തന്നെയാണ് വരുന്നത്.
പിന്നെ പേജ് സെറ്റപ്പിനകത്ത് നമ്മൾ ഏത് പ്രിൻ്റർ യൂസ് ചെയ്തിട്ടാണോ പ്രിൻറ്റ് ചെയ്യുന്നത്, പേജ് സൈസ് എങ്ങനെയാക്കി വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പേജ് സെറ്റപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുക. പിന്നെ വേർഡ് പാഡിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അറിയണമെങ്കിൽ അബൌട്ട് വേർഡ് പാഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ഇമെയിലായിട്ട് സെൻഡ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫയലിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ഹോമാണ്. ഹോമിനകത്താണ് കുറച്ചും കൂടി എക്സ്ട്രാ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണിൽ പോവാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓപ്പൺ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും കട്ട് കോപ്പി പേസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് പർട്ടിക്കുലർ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും 3 ഓപ്ഷൻസ് വരുന്നത് ക്ലിപ്പ് ബോർഡ് പറഞ്ഞ അതിനകത്താണ്. പിന്നെ വരുന്നത് ഫോണ്ട് നമ്മൾ നോട്ട് പാഡിനകത്തും ചെയ്തു, പക്ഷേ അതിനകത്ത് ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ അധികം വരുന്നുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നുകൂടി നോക്കട്ടെ. പിന്നെ ബോൾഡ് ആക്കാം, അതുപോലെ ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+B ആണ്. അതുപോലെ Ctrl+I, Ctrl+U ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബോൾഡും ഇറ്റാലിക്കും അണ്ടർലൈനൊക്കെ വരുന്നതായിരിക്കും. പിന്നെ വരുന്ന ഓപ്ഷനാണ് ABC, അതായത് സ്ട്രൈക്ക് ത്രൂ പറഞ്ഞ ഓപ്ഷൻ. അതായത് നമ്മളിവിടെ സെലക്ട് ചെയ്ത ഒരു ലൈൻ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് വിടണമെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ലൈന് സ്ട്രൈക്ക് ആവും. പിന്നെ വരുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സൂപ്പർസ്ക്രിപ്റ്റും. സബ്സ്ക്രിപ്റ്റ് പറയുമ്പോൾ നമ്മൾ A2, B2 എന്നൊക്കെ എഴുതുന്നില്ലേ, അങ്ങനെ എഴുതാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ A2 എന്ന് ഇട്ടു. എന്നിട്ട് എനിക്ക് ഈ ഒരു 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ആ 2നെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് A2 ആയിട്ട് വരും. ഇനി അതേസമയം നമുക്കിത് A² ആക്കി കൊടുക്കണമെങ്കിൽ അപ്പോൾ A2 എന്ന് ഇട്ടിട്ട് ആ 2നെ സെലക്ട് ചെയ്തതിന് ശേഷം സൂപ്പർസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് A² ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൂമിങ് ലെവൽ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ A² എന്ന് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെയാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഓപ്ഷൻസ് വന്നിട്ട് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും നോട്ട് പാഡിനകത്ത് വരില്ല, വേർഡ് പാഡിനകത്ത് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അതിന് ഏത് കളറാണോ നമുക്ക് വേണ്ടത് അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ കളറിലോട്ട് അത് കൺവേർട്ടായിട്ട് വരുന്നതായിരിക്കും. പിന്നെ വരുന്നത് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളറാണ്. അത് ഇതിന് ഹൈലൈറ്റ് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് ആ കളറിൽ അത് ഹൈലൈറ്റ് ആയി വരുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഗ്രോ ഫോണ്ടും അതുപോലെ തന്നെ ഷ്രിങ്ക് ഫോണ്ടും. ഗ്രോ ഫോണ്ട് പറഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാൻ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സൈസ് കൂടും. ഇനി ഇത് വന്നിട്ട് നമ്മൾ ഫോണിൻ്റെ സൈസ് കുറയ്ക്കാനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഫോണ്ടിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പാരഗ്രാഫാണ്. പാരഗ്രാഫിനകത്ത് നമുക്ക് അലൈൻമെൻറ്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഉണ്ട്, സെൻറ്റർ അലൈൻമെൻറ്റ് ഉണ്ട്, റൈറ്റ് അലൈൻമെൻറ്റ് ഉണ്ട്, അതുപോലെ ജസ്റ്റിഫൈ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മാറുന്നതായിരിക്കും. അതുപോലെ റൈറ്റ് അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അലൈൻമെൻറ്റ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഇൻറ്റൻറ്റ് ഡിക്രീസ് ചെയ്യാനും അതുപോലെ ഇൻറ്റൻറ്റ് ഇൻക്രീസ് ചെയ്യാനും. ഇൻറ്റൻറ്റ് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണോ സെലക്ട് ചെയ്ത് ആ ഒരു ഭാഗത്തത്തെ ഇൻറ്റൻറ്റ് കുറയ്ക്കാനും അതുപോലെ കൂട്ടാനും കഴിയുന്നതായിരിക്കും. പിന്നെ വരുന്നത് ബുള്ളറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫിനൊക്കെ പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബുള്ളറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാരഗ്രാഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ലൈൻ കഴിഞ്ഞിട്ട് ഒന്ന് എൻ്റർ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബുള്ളറ്റ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബുള്ളറ്റ്സിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ബുള്ളറ്റാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് മാറുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ABC ലെവൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബുള്ളറ്റ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. പിന്നെ വരുന്നത് ലൈൻ സ്പേസിംഗ് ആണ്. അത് ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ലൈൻ സ്പേസിംഗ് കൊടുക്കണം. അപ്പോൾ 1.15 ഉണ്ട്, 1.5 ഉണ്ട്, 2 ഒക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടാതെ വേറെ ഓപ്ഷൻസ് വേണമെങ്കിൽ ആഡ് 10 പോയിന്റ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് പറഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1.5 കൊടുത്തതിന് അങ്ങനെ വരും, 1.15 കൊടുത്തതിന് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഇതിൻ്റെ സ്പേസ്, അതായത് ലൈനിൻ്റെ സ്പേസ് മാറുന്നതായിരിക്കും. അപ്പോൾ പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പിക്ചർ ആഡ് ചെയ്യാനാണ്. അപ്പോൾ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ടെക്സ്റ്റുകളുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
ഇതിനകത്ത് ഞാനൊരു പിക്ചർ ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പിക്ചർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൾഡറിനകത്തുള്ള ഏതെങ്കിലും പിക്ചർ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പിക്ചേഴ്സ് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഏതെങ്കിലും പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ആ ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ മിനിമൈസ് ചെയ്ത് കൊടുക്കാം, ചെറുതാക്കി കൊടുക്കാം. മിനിമൈസ് ചെയ്യില്ല, അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പിക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം പിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് പിക്ചർ കണ്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിന് പകരം വേറെ ഏതെങ്കിലും പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പിക്ചർ അവിടെ ഓപ്പൺ ആയിട്ട് വരും. പിന്നെ വരുന്ന ഓപ്ഷൻ അതിനകത്ത് വരുന്നത് റീസൈസ് പിക്ചറാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് പിക്ചറിൻ്റെ റീസൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലി നമുക്ക് റീസൈസ് ചെയ്യാം, അതുപോലെ വെർട്ടിക്കലി റീസൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 8:8 പറഞ്ഞ റേഷ്യോനകത്ത് അത് റീസൈസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതാണ് റീസൈസിൻ്റെ പർപ്പസ്. ഇത് നമ്മൾ ഒരു ഭാഗത്ത് 8 ഹൊറിസോണ്ടലിൽ 8 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെർട്ടിക്കലും 8 ആണ്. ഇനി സപ്പോസ് നമുക്ക് അങ്ങനെ വേണ്ട വെച്ചാൽ ഈ ഒരു ടിക്ക് നമ്മൾ എടുത്ത് കളയാം. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് 10 കൊടുക്കാം. അപ്പോൾ താഴെയുള്ള വെർട്ടിക്കൽ ചേഞ്ച് ആവുന്നതായിരിക്കില്ല. ഓക്കെ കൊടുത്താൽ ആ ഒരു രീതിക്കായിരിക്കും അത് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ വീണ്ടും റീസൈസ് കൊടുത്തിട്ട് ഈ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ എത്രയാണോ വാല്യൂ കൊടുക്കുന്നത് അതിനനുസരിച്ച് താഴെ മാറുന്നതായിരിക്കും. എൻ്റർ കൊടുത്തതിന്. അപ്പോൾ ഇത്രയാണ് പിക്ചറിൽ വരുന്നത്. പിന്നെ വരുന്ന ഡേറ്റ് ആൻഡ് ടൈമാണ്. അത് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഡേറ്റും ടൈമും എൻ്റർ ചെയ്ത് വരാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിൽ വേണം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ലിസ്റ്റ് ഉണ്ട് ഏതൊക്കെ രീതിയിൽ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഡേറ്റും ടൈമും അവിടെ സെറ്റായി വരുന്നത്. അപ്പോൾ ഇവിടെ ട്യൂസ്ഡേ 18th March 2025 എന്ന് പറഞ്ഞു. പിന്നെ വരുന്ന ഓപ്ഷൻ പറയുന്നത് ഇൻസേർട്ട് ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫ് ചാർട്ട് ഉണ്ട്, എക്സൽ വർക്ക്ഷീറ്റ് ഉണ്ട്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ഉണ്ട്, അതുപോലെ വേർഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പെയിൻറ്റ് ബ്രഷ് പിക്ചേഴ്സ് അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ വരുന്ന ഓപ്ഷൻ ഫൈൻഡ് ആണ്. അപ്പോൾ ഫൈൻഡ് നമ്മൾ ഓൾറെഡി നോട്ട് പാഡിനകത്ത് പഠിച്ചു, അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേർഡ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു വേർഡാണ് ഫൈൻഡ് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹോൾ വേർഡ് മാച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മാച്ച് കേസ് സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ കിട്ടി. പിന്നെ ഓരോന്നായിട്ട് അത് സെർച്ച് ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഇനി റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 കൊടുത്തിട്ട് IST കൊടുക്കും. അപ്പോൾ ഫസ്റ്റിൻ്റെ പകരം നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇനി ഓരോന്നും വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോകണം. അതുപോലെ ഓരോ ഫസ്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് അപ്പോൾ മൊത്തം നമുക്ക് റീപ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ ഫൈൻഡിനകത്ത് ഈ ഫസ്റ്റ് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ വേർഡ് കാണാൻ കഴിയില്ല, നമ്മൾ ടോട്ടലായിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈൻഡും റീപ്ലേസും വരുന്നത്. പിന്നെ അത് സെലക്ട് ഓൾ ആണ്. സെലക്ട് ഓളിൻ്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. നമ്മൾ ഹോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ ടെക്സ്റ്റ് സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വേർഡ് പാഡിനകത്ത് വരുന്നത്. ഇതിനകത്ത് ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നോട്ട് പാഡിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിനകത്ത് പിക്ചേഴ്സ് ആഡ് ചെയ്യാം, അതുപോലെ ഒബ്ജക്ട്സ് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോണ്ട് സെക്ഷനകത്ത് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ പാരഗ്രാഫ് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി വരുന്നതാണ് വ്യൂ പറഞ്ഞ ടാബ്. വ്യൂ ടാബിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ സൂം ഇൻ, സൂം ഔട്ട് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ 100% ഓപ്ഷനും ഉണ്ട്. അപ്പോൾ സൂം ഇൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സൂം ചെയ്ത് കൊടുക്കാം. സൂം ഔട്ട് പറയുമ്പോൾ സൂം ഔട്ടായി പോകും. 100% പറഞ്ഞു കഴിഞ്ഞാൽ 100% ലെവലായിരിക്കും അത് നിൽക്കുന്നുണ്ടാവും. പിന്നെ വരുന്ന 2 ഓപ്ഷൻ റൂളറും സ്റ്റാറ്റസ് ബാറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ റൂളർ. അപ്പോൾ ഈ റൂളറിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് എടുത്ത് കളഞ്ഞാൽ ആ റൂളർ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ഈ താഴെ കാണുന്ന സ്റ്റാറ്റസ് ബാർ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ടിക്ക് എടുത്ത് കളഞ്ഞാൽ മതി. ടിക്ക് കൊടുക്കുമ്പോൾ അത് രണ്ടും ഇതിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെയും വേർഡ് റാപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ വേറെ 2 ഓപ്ഷൻസും കൂടി വരുന്നുണ്ട്. നോ റാപ്പ് പറഞ്ഞാൽ ഇത് റാപ്പ് ചെയ്യാണ്ട് പോകുന്നതിനാണ് നോ റാപ്പ് വരുന്നത്. ഇപ്പോൾ സൂമിന് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് റാപ്പ് ടു വിൻഡോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ. ഈ വിൻഡോയിനകത്ത് റാപ്പ് ചെയ്ത് നിൽക്കാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റാപ്പ് ടു വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത്രയും പോയതിന് ശേഷം അത് നെക്സ്റ്റ് ലൈനിൽ വരും. അപ്പോൾ ഈ വിൻഡോൻ്റെ സൈസ് എത്രയാണോ ആ സൈസിൻ്റെ അനുസരിച്ച് അത് അവിടെ ഫിറ്റായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇനി വരുന്നത് റാപ്പ് ടു റൂളർ. അപ്പോൾ നമ്മുടെ ഈ റൂളർ എത്രയാണോ നിൽക്കുന്നത് ആ ഒരു സ്പേസിനകത്ത് റാപ്പ് ചെയ്ത് നിൽക്കാനാണ്. അപ്പോൾ ഈ റൂളർ വന്നിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയാണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഫിറ്റ് ചെയ്ത് നിൽക്കാനാണ് റാപ്പ് ടു റൂളർ വരുന്നത്. ഇതാണ് റാപ്പ് ടു റൂളർ ഓപ്ഷന്. അപ്പോൾ നമ്മൾ നോർമലി റാപ്പ് ടു വിൻഡോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അല്ലെങ്കിൽ നമുക്ക് റാപ്പ് ടു റൂളർ ആണെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് മെഷർമെൻറ്റ് യൂണിറ്റ്സ് ആണ്. അത് ഈ ഒരു റൂളറിൽ വരുന്ന മെഷർമെൻറ്റ് യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യാനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചസ് ആയിട്ട് യൂസ് ചെയ്യാം. അത് 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആക്കിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷൻ പിക്കാസ് ആണ്. പിക്കാസ് പറഞ്ഞ രീതിയിലും ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാണ് മെഷർമെൻറ്റ് യൂണിറ്റ്സിൽ വരുന്നത്. ഇപ്പോൾ വ്യൂവിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സൂം ഇൻ സൂം ഔട്ട് 100%, റൂളർ, സ്റ്റാറ്റസ് ബാർ, അതുപോലെ വേർഡ് റാപ്പും മെഷർമെൻറ്റ് യൂണിറ്റ്സും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയിൻറ് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് വന്നിട്ടൊരു ഗ്രാഫിക് എഡിറ്റിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പെയിൻറ് ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെർച്ച് ബോക്സിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ പെയിൻറ് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് പെയിൻറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിനകത്ത് മേലെ ടൈറ്റിൽ ബാർ ഉണ്ടാവും, ടാബ്സ് ഉണ്ടാവും. ടാബ്സിൻ്റെ അണ്ടറിൽ ഒരു റിബൺ ഉണ്ട്. റിബണിൽ നമുക്ക് വേണ്ട ടൂൾസ് ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ വരുന്നത് ഡ്രോയിങ് ഏരിയ അല്ലെങ്കിൽ ക്യാൻവാസ് ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ബാർ ആണ്. അപ്പോൾ ഇതിലും ഓരോ ടാബുകളുണ്ട്. ഫയൽ ടാബ്, എഡിറ്റ്, വ്യൂ പറഞ്ഞിട്ട് കുറച്ച് ടാബ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫയലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ, അതുപോലെ തന്നെ സേവ് ആസ്, പ്രിൻറ്റ്, അത് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇമേജസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കാണുന്നതിനകത്ത് കഴിയുന്നതായിരിക്കും. പിന്നെ വരുന്നത് എഡിറ്റാണ്. എഡിറ്റിനകത്ത് കട്ട്, കോപ്പി, പേസ്റ്റ് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് വ്യൂ ആണ്. വ്യൂവിനകത്ത് സൂം ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇതിനകത്തുള്ള റൂളേഴ്സ് ഉണ്ട്, ഗ്രിഡ് ലൈൻസ്. അപ്പോൾ നമ്മൾ റൂളർ സെലക്ട് ചെയ്യണമെങ്കിൽ റൂളർ ഇതിനകത്ത് വരുന്നതായിരിക്കും. ഇനി അതേസമയം നമ്മൾ ഗ്രിഡ് ലൈൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ സ്റ്റാറ്റസ് ബാർ, അതുപോലെ ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എസ്കേപ്പ് അടിച്ചാൽ നമുക്ക് ഇതിനകത്ത് എക്സിറ്റ് ചെയ്ത് വരാം. അപ്പോൾ ഇത്രയും. പിന്നെ തംബ്നെയിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് റൂളേഴ്സ് വേണ്ടെങ്കിൽ ആ ടിക്ക് കളയാം. അതുപോലെ ഗ്രിഡ് ലൈൻസ് വേണ്ടെങ്കിൽ ആ ടിക്ക് എടുത്ത് കളയാം. സ്റ്റാറ്റസ് ബാർ വേണ്ടെങ്കിൽ നമുക്ക് ടിക്ക് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എഡിറ്റ് ഫയൽ വ്യൂവിനകത്ത് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് ഷെയർ ചെയ്യാനുള്ളതാണ്. പിന്നെ അൺഡു, റീഡു. ഇത്രയാണ് മേലെയുള്ള ആ ടാബ്സിലുള്ള വരുന്നത്, അല്ലെങ്കിൽ ടൈറ്റിൽ ബാറിന് തൊട്ടുള്ള ആ ഒരു ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു പിക്ചർ വരയ്ക്കാനുള്ള ടൂൾസ് ഏതൊക്കെ ഇതിനകത്ത് വരുന്നത് നോക്കാം. ഇതിനകത്ത് ആദ്യം വരുന്നത് പെൻസിലാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് പിക്ചർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പെൻസിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏതാണ് പിക്ചർ വരയ്ക്കേണ്ടത് ആ പെൻസിലിന് നമ്മൾ പ്രസ് ചെയ്ത്, അതായത് ലെഫ്റ്റ് മൗസ് ബട്ടണിന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അത് നമുക്കൊന്ന് ഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് റബ്ബർ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഇറേസറാണ്. ഇറേസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡ്രോ ചെയ്ത ആ ഒരു പിക്ചർ നമുക്ക് റബ്ബ് ചെയ്ത് കളയാനാണ്. അപ്പോൾ ഇറേസറിൻ്റെ യൂസ് അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇറേസർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അൺഡു ചെയ്താലും മതി, റബ്ബ് ചെയ്ത് കളയാൻ. പിന്നെ വരുന്നത് ഫിൽ വിത്ത് കളറാണ്. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ഏരിയയിൽ കളർ ഫില്ല് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലോസ്ഡ് ഏരിയയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാം. അപ്പോൾ ക്ലോസ്ഡ് ഏരിയ ആയിരിക്കണം ഫിൽ കളർ കൊടുക്കുമ്പോൾ. ക്ലോസ്ഡ് ആയി വിചാരിക്കുന്നു. നമ്മൾ ഫിൽ കളർ എടുക്കാം. ഫിൽ കളർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറഞ്ച് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ ആ ഒരു ക്ലോസ്ഡ് ഏരിയനകത്ത് ഫില്ലാവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഈ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്യാതെ ഷേപ്സ് യൂസ് ചെയ്തിട്ടും ഡ്രോ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഷേപ്സ് പറഞ്ഞ സെക്ഷൻ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഷേപ്സ് ഉണ്ട്. ഇതിന് ഏതെങ്കിലും ഒരു ഷേപ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു ഡോക്യുമെൻ്റ് എടുത്തത് കൊണ്ട് അതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് മാറിക്കിടക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കളർ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. പിന്നെ ഓറഞ്ച് കളറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഫിൽ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഓറഞ്ച് സെലക്ട് ആയില്ല, നമുക്കൊന്ന് ഓറഞ്ച് സെലക്ട് ചെയ്തിട്ട് ഫില്ലിൽ പോയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓറഞ്ച് കളർ അതിനകത്ത് ഫില്ല് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ടും ഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ ഷേപ്സ് യൂസ് ചെയ്തിട്ടും ഡ്രോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ടൂൾ പറയുന്നത് ടെക്സ്റ്റ് ടൂളാണ്. അപ്പോൾ ടെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് അങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ആ ടെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് അവിടെ പോയി ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ആ ടെക്സ്റ്റ് അവിടെ അപ്പിയർ ആവുന്നതായിരിക്കും. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ ഇവിടെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ നൂറണി ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇറ്റാലിക്കും അതുപോലെ അണ്ടർലൈൻ വരുന്നത്, കാരണം നമ്മളിവിടെ ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതാദ്യം ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക.
ഇവിടെ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോണ്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. അതുപോലെ സൈസ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈനൊക്കെ യൂസ് ചെയ്യാം. ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+B ആണ്. ഇറ്റാലിക് പറയുന്നത് Ctrl+I, അണ്ടർലൈൻ പറയുന്നത് Ctrl+U ആണ്. ഇവിടെ നമുക്ക് സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കുറച്ച് അലൈൻമെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഉണ്ട്, അതുപോലെ സെൻറ്റർ അലൈൻമെൻറ്റ് ഉണ്ട്, റൈറ്റ് അലൈൻമെൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട് സെൻറ്റർ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് വന്നിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ടിക്ക് ഇട്ടതിന് ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഈ ഒരു കളറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് ആ കളർ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ടൂളാണ് മാഗ്നിഫയർ ടൂൾ. മാഗ്നിഫയർ ടൂൾ എന്തിനാണ് നമ്മൾ സൂം ചെയ്ത് യൂസ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആയിട്ട് വരും. റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂം ഔട്ടായിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് വരുന്ന വേറൊരു ടൂളാണ് കളർ പിക്കർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ കളേഴ്സ് ഉണ്ടോ അതൊക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്കും ഗ്രീനും ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ഞാനിവിടെ ഈ കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ഓറഞ്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കളർ മാറി. അപ്പോൾ അല്ലെങ്കിൽ ഞാനിവിടെ കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ഗ്രീൻ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഗ്രീനിൽ ബ്ലാക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ബ്ലാക്കായി. ഇനി ഈ കളർ പിക്കർ യൂസ് ചെയ്ത് ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്താൽ അവിടെ ഗ്രീൻ ആവും. അങ്ങനെ നമുക്ക് കളർ സെലക്ട് ചെയ്യാനാണ് കളർ പിക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് ആ കളറായിരിക്കും അവിടെ വരുന്നത്. അതിൽ നിന്നിട്ട് നമുക്ക് പെൻസിലോ അല്ലെങ്കിൽ ഷേപ്സോ യൂസ് ചെയ്തിട്ട് ആ കളറിൽ ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഇതാണ് കളർ പിക്കറിൻ്റെ പർപ്പസ്. നെക്സ്റ്റ് വരുന്നത് ബ്രഷാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷ്, അത് ഏത് ബ്രഷ് വേണമെന്നാണ്. അപ്പോൾ ഏത് ടൈപ്പ് ബ്രഷ് വേണമെന്നാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലിബറി ബ്രഷ് ഉണ്ട്, അതുപോലെ കാലിഗ്രഫി ബ്രഷ് ഉണ്ട്, കാലിഗ്രഫി പെന്നുണ്ട്, എയർ ബ്രഷ്, ഓയിൽ ബ്രഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അത് അവിടെ വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്തത് ക്രയോൺ ആണ്. പിന്നെ മാർക്കർ ആണെങ്കിൽ മാർക്കർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രഷ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു നമ്മൾ ഡ്രോ ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ അതാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഷേപ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഏത് ഷേപ്സ് വേണമെങ്കിലും എടുത്തിട്ട് ഇവിടെ ഡ്രോ ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി, ആ ഒരു ഷേപ്പ് വരും. ഇനി ഷേപ്പ് മൂവ് ചെയ്യണമെങ്കിൽ 400 ആരോ വരുമ്പോൾ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മൂവ് ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ വരുന്ന ഓപ്ഷൻ പറയുന്നത് ഷേപ്പ് ഔട്ട്ലൈൻ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിൾ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് മാറ്റാൻ അതായത് ക്രയോൺ വേണോ, അത് മാർക്കർ വേണോ, ഓയിൽ ബ്രഷ് വേണോ, നമ്മൾ ഏതാണോ ഇവിടെ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്ലൈന് മാറുന്നില്ല. ഇപ്പോൾ വാട്ടർ കളർ ബ്രഷ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് വാട്ടർ കളറും കൊണ്ട് നമ്മൾ വരച്ച പോലെ ഉണ്ടാവും. പിന്നെ വരുന്നത് ഷേപ്പ് ഫില്ലാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഷേപ്പാണ് ഫില്ല് ചെയ്ത് വരേണ്ടത് ആ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ഷേപ്പ് എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ഷേപ്പ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് വരച്ചു. ഇനി ഇതിൻ്റെ ഉള്ള ഷേപ്പ് എങ്ങനെ ഫില്ല് ചെയ്ത് വരാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏതാണോ എടുക്കുന്നത്, ഇപ്പോൾ ക്രയോൺസ് ആണെങ്കിൽ ക്രയോൺസും കൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത പോലെ ഉണ്ടാവും, മാർക്കർ ആണെങ്കിൽ മാർക്കർ പോലെ ഉണ്ടാവും. അപ്പോൾ ഏത് ഓപ്ഷനാണോ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ക്രയോൺസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രയോൺസ് കൊണ്ട് മാർക്ക് ചെയ്ത പോലെ ഉണ്ടാവും. പിന്നെ വരുന്നത് തിക്നെസ് ആണ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ആ ഒരു ബോർഡർ സ്റ്റൈൽ അല്ലെങ്കിൽ പെന്നിൻ്റെ സ്റ്റൈൽ അതിൻ്റെ തിക്നെസ് നമുക്ക് എടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 8px എടുത്തിട്ട് ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ ആ തിക്നെസ്സിനകത്താണ് വരിക. അപ്പോൾ അതാണ് തിക്നെസ്സിന് വരുന്നത്. പിന്നെ വരുന്നത് ഇമേജിൻ്റെ ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് ഇമേജസ് നമുക്ക് ക്രോപ്പ് ചെയ്യാം, അതുപോലെ റൊട്ടേറ്റ് ചെയ്യാം, സ്ക്യൂ ചെയ്യാനൊക്കെ പറ്റും. സ്ക്യൂ ചെയ്യാൻ മീൻസ് ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ റൊട്ടേറ്റ് 90 ഡിഗ്രി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് റൊട്ടേറ്റ് ആവും. നമ്മളിവിടെ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അത് റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഫ്ലിപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലും ഫ്ലിപ്പ് ചെയ്യുന്നതാണ്. ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഷേപ്പിൽ വരും. അതുപോലെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഷേപ്പിൽ അത് ഫ്ലിപ്പ് ആവും. നമ്മൾ ഈ ഒരു ഷേപ്പ് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ചെയ്താലും ഈ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം, ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഇമേജിൻ്റെ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും.
പിന്നെ വരുന്ന ഓപ്ഷൻ റീസൈസും സ്ക്യൂ ആണ്. അപ്പോൾ റീസൈസ് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സൈസ് കുറക്കാം. അപ്പോൾ ഞാനിവിടെ 100ൻ്റെ സൈസിൻ്റെ പകരം 50 കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 50 100 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തതിനാൽ ആ ഒരു രീതിക്കായിരിക്കും അവിടെ പിക്ചർ മാറുന്നത്. ഇനി സ്ക്യൂ ഉണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അപ്പോൾ നമ്മളൊരു ആംഗിളാണ് കൊടുക്കേണ്ടത്. ആംഗിൾ വൈസാണ് സ്ക്യൂ ചെയ്യാം. അപ്പോൾ 25 കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ആ ഒരു ആംഗിളിൽ അത് സ്ക്യൂ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും ഒരുമിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 50യും ഇവിടെ ഒരു 50യും കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും അത് സ്ക്യൂ ചെയ്തിട്ട് വരുന്നുണ്ടാവാം. കുറച്ച് വലിയ സ്ക്യൂ ആയി. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. 25 കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. നമുക്കത് ആ രീതിയിൽ സ്ക്യൂ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കളർ പാലറ്റ്സ് ഉണ്ട്. കളർ പാലറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്ത് യൂസ് ചെയ്യാനാണ്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനിവിടെ ഒരു പുതിയ ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2 ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും പിന്നെ വേറൊരു ഷേപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കളേഴ്സ് ഉണ്ട്. കളർ 1ഉം കളർ 2ഉം. കളർ 1 വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന കളറും, കളർ 2 പറയുന്നത് നമ്മൾ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന കളറുമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു മറൂൺ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു ഫില്ല് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഫില്ല് കൊടുക്കാം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് മൗസ് ബട്ടണാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഈ കളർ 1 സെലക്ട് ആയി. ഞാൻ കളർ 2ൽ പിങ്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. സോറി, ഇത് മറൂണും കളർ 2 സെലക്ട് ചെയ്തിട്ട് പിങ്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ പിങ്ക് വന്നു. അപ്പോൾ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഷേപ്പും റൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് കൂടാതെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും കളേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു യെല്ലോ ഷെയ്ഡുള്ള കളർ എടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളർ 2 യെല്ലോ ആയി. ഞാനിവിടെ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റൈറ്റ് മൗസ്, അതായത് പില്ലെടുത്തിട്ട് റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ യെല്ലോ വരും, ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ മറൂൺ വരും. അപ്പോൾ നമുക്ക് ഈ 2 കളേഴ്സും മാറി മാറി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പെയിൻറ്റിനകത്ത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സെലക്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 2 ടൈപ്പ് സെലക്ഷനാണ്, റെക്റ്റാങ്കിൾ സെലക്ഷനും ഫ്രീ ഫോം സെലക്ഷനും, പിന്നെ സെലക്ട് ഓളും. ഇപ്പോൾ റെക്റ്റാങ്കിൾ സെലക്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത്രയും പോർഷൻ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം ഇവിടുന്ന് ക്രോപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഫ്രീ ഫോം സെലക്ഷൻ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ അത് ക്രോപ്പ് ചെയ്ത് വരും. അപ്പോൾ അതാണ് സെലക്ഷൻ വരുന്നത്. ഇപ്പോൾ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ആയി. ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമുക്ക് സെലക്ട് ആയി വരുന്നത്. അപ്പോൾ അതാണ് സെലക്ഷനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടർ മാപ്പിനെ കുറിച്ചിട്ടാണ്. ക്യാരക്ടർ മാപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യുക വെച്ചാൽ സെർച്ചിനകത്ത് പോയിട്ട് ക്യാരക്ടർ മാപ്പ് എന്ന് കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ക്യാരക്ടർ മാപ്പിനകത്ത് നമുക്ക് ഒത്തിരി സിമ്പിൾസ് കാണാൻ കഴിയും. അതായത് വേർഡ് പാഡിൽ നോട്ട് പാഡിലൊക്കെ നമുക്ക് സിമ്പിൾസ് ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടർ മാപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഏതെങ്കിലും സിമ്പിൾ കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു വേർഡ് പാഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ വേർഡ് പാഡ് ഇരിക്കട്ടെ. അപ്പോൾ ക്യാരക്ടർ മാപ്പ്, ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും സിമ്പിൾ എടുക്കാം. അപ്പോൾ ഇവിടെ ഫോണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ഫോണ്ടിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ക്യാരക്ടേഴ്സിന്. അപ്പോൾ ഞാൻ ഏജൻസി FP കൊടുത്തതിനാൽ ആ ഒരു ഫോണ്ടിലായിരിക്കും അത് നമുക്ക് അപ്പിയർ ആവുന്നത്. ഏരിയൽ കൊടുത്താൽ ഏരിയൽ ഫോണ്ടിലായിരിക്കും അപ്പിയർ ആവുന്നത്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു സിമ്പിൾ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളൊന്നും നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ടൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾസാണ് ക്യാരക്ടർ മാപ്പിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് വേണ്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് അത് വരും. എന്നിട്ട് കോപ്പി കൊടുക്കാം. കോപ്പി കൊടുത്തതിന് ശേഷം നമ്മുടെ വേർഡ് പാഡിൽ വന്നിട്ടത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിമ്പിൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഏത് സിമ്പിൾ വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ക്യാരക്ടർ മാപ്പിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അഡ്വാൻസ്ഡ് വ്യൂ ഉണ്ട്. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ക്യാരക്ടർ സെർച്ച് ചെയ്ത് എടുക്കാനും പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഏത് ക്യാരക്ടറാണ് വേണ്ടിയിട്ട് അതിൻ്റെ നെയിം നമുക്കിവിടെ കൊടുക്കാം. അപ്പം ഫിസിക്സിൽ തന്നെ നമ്മൾ എടുത്തതിന് കുറേ മ്യൂ,
അതുപോലെ ഓം പറഞ്ഞ കുറേ ഷേപ്സുകളുണ്ട്, അതായത് യൂണിറ്റിൻ്റെ സിമ്പിളുകളുണ്ട്. അതൊക്കെ നമുക്കിവിടെ എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഓം പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഫിസിക്സിൽ ഓം പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഓം കൊടുത്തിട്ടുണ്ട്. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ജസ്റ്റ് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുന്നത്തെ യൂണിറ്റ് നമുക്ക് കളയാം. എന്നിട്ട് കോപ്പി കൊടുക്കാം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സിമ്പിൾ ഇവിടെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. ഇത് ഓം സിമ്പിൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഗ്രൂപ്പ് ബൈയും ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയോഗ്രാഫി ബൈ റാഡിക്കൽസ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ബൈ എടുക്കാം. അതുപോലെ ക്യാരക്ടർ സെറ്റ് അറബിക് ആക്കാം, അതുപോലെ യൂറോപ്യൻ ഭാഷ, അതുപോലെ ഗ്രീക്ക്, ഹെബ്രു, ഏത് യൂണിക്കോഡിൽ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ അറബിക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ അറബിക്കല്ല, അപ്പോൾ അറബിക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ട അറബിക് വേർഡ്സിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അറബിക് വേർഡ്സ് കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ ടർക്കിഷ് ഭാഷ എടുത്തു കഴിഞ്ഞാൽ ടർക്കിഷ് ലാംഗ്വേജിലുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ക്യാരക്ടർ മാപ്പിൻ്റെ യൂസേജ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ കാൽക്കുലേറ്റർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ സെർച്ച് ബോക്സിനകത്ത് കാൽക്കുലേറ്റർ എന്ന് കൊടുക്കാം. സെർച്ച് ചെയ്ത് എൻ്റർ കൊടുക്കാം. അപ്പോൾ കാൽക്കുലേറ്റർ പറയുന്നതും ഒരു ബിൽഡിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം. അതിൻ്റെ സ്ക്വയർ കാണാം. ഇപ്പോൾ 8 കൊടുത്തിട്ട് എക്സ് സ്ക്വയർ കൊടുത്താൽ 64, അതിൻ്റെ സ്ക്വയറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ സ്ക്വയർ റൂട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനും 2 നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനും 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനൊക്കെയാണ് അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ യൂസ് ചെയ്യാം, അതുപോലെ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് നമുക്കൊരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാൽക്കുലേറ്ററിന് പല മോഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് മോഡ് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു മോഡാണ്. പിന്നെ വരുന്നത് സയൻറ്റിഫിക് ആണ്. സയൻറ്റിഫിക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സയൻറ്റിഫിക് മോഡിൽ ഇവിടെ കാണാൻ കഴിയും. അത് ലോഗൊക്കെ കാണാൻ അത് യൂസ് ചെയ്യും. അതുപോലെ x⁻y ഒക്കെ കാണാൻ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഒക്കെ ഇതിനകത്ത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ സൈൻ 90 കാണാം. 90 കൊടുത്തിട്ട് ട്രിഗ്നോമെട്രി സൈൻ കൊടുത്താൽ സൈൻ 90 പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതുപോലെ ട്രിഗ്നോമെട്രിയും അതുപോലെ മറ്റ് ഫങ്ഷൻസൊക്കെ ഈ ഒരു കാൽക്കുലേറ്ററിൽ സയൻറ്റിഫിക് മോഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഗ്രാഫിക് മോഡാണ്. അത് നമുക്ക് ഗ്രാഫിൻ്റെ രൂപത്തിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോഗ്രാമർ മോഡുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് കാൽക്കുലേഷനുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ വരുന്നത് കൺവേർട്ടറാണ്. അതെന്താണ് യൂസ് ചെയ്യുന്നത്, യൂണിറ്റൊക്കെ കൺവേർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ലെങ്ത്ത്, വെയിറ്റ്, ടെമ്പറേച്ചർ ഇതിനൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ടറിൻ്റെ അണ്ടറിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കറൻസി, വോളിയം, ലെങ്ത്ത്, വെയിറ്റ്, മാസ്, ടെമ്പറേച്ചർ പറയുന്ന പോലെ കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോഡ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ കാൽക്കുലേഷൻ ആണ് വേണ്ടത് വെച്ചാൽ സ്റ്റാൻഡേർഡ് മോഡ് യൂസ് ചെയ്യാം. ഇനിയല്ല നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ കാണാനുള്ള മോഡാണ് ആവശ്യമെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് വിൻഡോ ആക്സസറീസ് ഏതൊക്കെയാണെന്നാണ്. അതായത് നമ്മുടെ നോട്ട് പാഡ്, വേർഡ് പാഡ്, പെയിൻറ്റ്, അതുപോലെ കാൽക്കുലേറ്റർ, ക്യാരക്ടർ മാപ്പ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കിയത് നോട്ട് പാഡാണ്. അപ്പോൾ നോട്ട് പാഡ് പറയുന്നത് സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് അപ്ലിക്കേഷൻസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് വേർഡ് പാഡാണ്. വേർഡ് പാഡ് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു വേർഡ് പ്രോസസ്സറാണ്. പിന്നെ നമ്മൾ നോക്കിയത് പെയിൻ്റാണ്. പെയിൻറ്റ് ഇതിനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഗ്രാഫിക് എഡിറ്റിംഗ് പ്രോഗ്രാമിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു വിൻഡോസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിൻഡോസിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ ക്യാരക്ടർ മാപ്പിനെ കുറിച്ച് പഠിച്ചു. ക്യാരക്ടർ മാപ്പ് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ വേർഡ് പാഡിനകത്ത് അല്ലെങ്കിൽ നോട്ട് പാഡിനകത്തോ വേർഡിനകത്തൊക്കെ എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി സിമ്പിൾസ് കാണാൻ കഴിയും. അത് കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത കുറേ സിമ്പിൾസ് നമുക്ക് ക്യാരക്ടർ മാപ്പിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് കാൽക്കുലേറ്ററാണ്. കാൽക്കുലേറ്റർ ഒരു ബിൽഡിൻ ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബേസിക്കും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ആ മോഡ് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നോൺ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.